നമസ്കാരം. ഇന്ന് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഈ അഭിമുഖത്തിൽ എത്തിച്ചേരുന്ന കുട്ടൻ ചാക്യാർക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോൾ ഈ കല, കൂടിയാട്ടം, അതല്ലെങ്കിൽ ഏത് കലയായാലും തന്നെ അത് പഠിക്കാൻ അല്ലെങ്കിൽ അഭ്യസിക്കാൻ വരുന്ന പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം അങ്ങ് കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്ന് നമ്മളോടൊന്ന് പങ്കുവയ്ക്കാമോ? പഴയ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൂർവികന്മാരായിട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ചത് അവരൊക്കെ ഈ കല മാത്രമാണ് അഭ്യസിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെയാണ് മുഴുകണത്, വേറെ ഒന്നുമല്ല. അപ്പോൾ അത് അവരുടെ എല്ലാ സമയവും അതിൽ തന്നെയാണ്. അത് പഠനം എന്ന് പറഞ്ഞാൽ വെളുപ്പാങ്കാലത്ത് തുടങ്ങണതാണ്. പഠനം എന്ന് പറഞ്ഞാൽ 4 മണി 3 മണി നേരത്തെ തുടങ്ങും. വിളിച്ചാവുന്നവരെ പഠനം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അവരുടെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഹാരം കഴിഞ്ഞാൽ ആദ്യം പഠനം തുടങ്ങും. പിന്നെ വൈകുന്നേരം ഉണ്ടാവും, രാത്രി. ഇങ്ങനെ അതിൽ മാത്രമാണ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിവിധ തലത്തിൽ അതിൽ അഭ്യാസമായിട്ടുള്ളതുണ്ട്, ആയിട്ട് വേണ്ടതുണ്ട്. പിന്നെ ഈ സാഹിത്യപരമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പലതരത്തിലാണ്. ഇതിലാകുമ്പോൾ ചൊല്ലിയാട്ടം എന്ന് പറയും, അഭിനയിക്കണതായിട്ട്, ഇങ്ങനെ ഒക്കെ വേണം. ഇന്നിപ്പോൾ മറ്റുള്ള വിഷയങ്ങളും കൂടി പഠിക്കണ ആളുകളാണ്, സ്കൂൾ കോളേജ് തുടങ്ങിയിട്ട് പഠിക്കണ ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഒഴിവ് സമയങ്ങളിലാണ് വരണത്. അതിൻ്റേതായിട്ടുള്ള കുറവുണ്ടാവും. അപ്പോൾ മറ്റതിപ്പോൾ അങ്ങനെയല്ല, ഏത് സമയവും അതിൽ തന്നെ വ്യാപരിക്കുകയാണ്. അതാണ് ഇന്നത്തെയും തലമുറയും പഴയ തലമുറയായിട്ടുള്ള മാറ്റം. അതിനായിട്ട് തൻ്റെ ജീവിതം അർപ്പിക്കുകയാണ്. അതിൽ വരുന്ന മറ്റ് ഗുണദോഷങ്ങളെ കൂടി ചിന്തിച്ചിട്ടല്ല ചെയ്യുന്നത്. പിന്നെ പാരമ്പര്യമായിട്ട് നടത്തിയിരുന്നവരാണ് പണ്ടുള്ള ആളുകളൊക്കെ. അപ്പോൾ എൻ്റെ കുലധർമ്മം അതാണ്, ഇത് തന്നെയാണ് എൻ്റെ പ്രവൃത്തി എന്നുറപ്പിച്ച് അതിൽ തന്നെ മനസ്സ് വ്യാപരിച്ചു കൊണ്ടുള്ള ആളുകളായിരുന്നു പണ്ടത്തെ തലമുറയിലുള്ളവർ. ഏതാണ്ട് ഒരു പരിധി വരെ, മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ സ്കൂൾ ഫൈനലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് മുമ്പ് അതല്ല. സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമികമായിട്ട് അത് കഴിഞ്ഞു. പിന്നെ ഇതിലേക്ക് തന്നെ വ്യാപരിക്കാൻ രണ്ടുപേരുള്ള മാറ്റം അതാണ് ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക്. പുതിയ തലമുറയിലെ പ്രേക്ഷകരെ ആകർഷിക്കാനായിട്ട് കലയിൽ കൂടിയാട്ടം തന്നെ അതിൽ പല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ കലയുടെ സത്വം അല്ലെങ്കിൽ മൂല്യം അല്ലെങ്കിൽ അതിൻ്റെ തനിമ നഷ്ടപ്പെടാനായിട്ടൊരു സാധ്യത അവിടെ ഉണ്ട്. അത് രണ്ട് തരത്തിൽ പറയാം. ഈ കലയെ പുതിയ ആസ്വാദകരിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രധാനമായിട്ട് ചെയ്തിരുന്നത് സമയം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സമയം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ മുമ്പ് 5-6 മണിക്കൂർ ചെയ്തിരുന്നത് 2 മണിക്കൂറിലും കൂടി വന്നാൽ 3 മണിക്കൂറിലേക്ക് ഒതുക്കുന്നുണ്ട്. കാരണം ഒരു പ്രേക്ഷകൻ ഒരു 3 മണിക്കൂർ ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. 2 മണിക്കൂർ 1.5 മണിക്കൂർ ഒക്കെയാണ് ഇപ്പോൾ ഒരു പ്രേക്ഷകന് ഇരിക്കാൻ പറ്റുക. അപ്പോൾ സമയം കുറയ്ക്കാനുള്ള ഒരു പ്രവണത കലാകാരന്മാരിലുണ്ടാവും. എന്തിനാ കൂടുതൽ ചെയ്യുന്നുണ്ടാവും? ഒരിക്കലും ചോദിക്കും എത്ര നേരം ഉണ്ടാവും നിങ്ങളുടെ ഇതെന്ന് നോക്കുമ്പോൾ 3 മണിക്കൂറിന് അയ്യോ അത് അത്ര വേണ്ട കേട്ടോ, കുറച്ചോളൂ എന്ന് പറയുന്നതിന്. അപ്പോൾ അതിന് ചില ഭാഗങ്ങൾ കുറയ്ക്കണോ, ചില അപ്രധാനമാണ് തോന്നുന്ന ഭാഗങ്ങളോ കുറയ്ക്കുക എന്നുള്ള ഒരു സംവിധാനമുണ്ട്. അത് ഒരു പരിധി വരെ കലയുടെ മൂല്യത്തിന് കുറച്ച് ദോഷം തട്ടും. പിന്നെ അതിനു പുറമെ പുതിയ ചില നാടകാവതരണങ്ങൾ വരുമ്പോൾ അതിലൊക്കെ വേണ്ടതുപോലെ അതിൻ്റെ ഉൾക്കൊള്ളാതെ കണ്ട് അതിനെ അവതരിപ്പിക്കുന്ന രീതികളും ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ കലയുടെ ഈ പോണ വഴി തന്നെ വേറെയായിട്ട് വരികയാണ്. അങ്ങനെയുള്ള ഒരു പ്രവണത ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അതിനെ നിഷേധിക്കാൻ പറ്റില്ല. മറ്റേത് അതല്ല, പ്രേക്ഷകൻ എത്ര നേരം വേണേൽ ഇരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഈ അഭിനേതാവായിട്ടുള്ള ആൾ മുഴുവൻ അവനവൻ്റെ ഇത് നോക്കിയിട്ടല്ല ചെയ്യണത്, പ്രേക്ഷകന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രേക്ഷകന് വേണ്ടി എത്ര നേരം തന്നെ താൻ പ്രയത്നിക്കാനും തയ്യാറായിട്ടാണ് വരണത്. സമയം പോരാ, കുറച്ചും കൂടി ആവായിരുന്നു എന്നുള്ളതാണ് മുമ്പുള്ളത്. ഇപ്പോൾ അതിൻ്റെ ആ മാറ്റം, അപ്പോൾ കൂടുതൽ അതിനെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതില്ലാതെ എന്ന് അവർക്കാണ് വരാൻ പോണത്. അതാണ് അതിൻ്റെ ഒരു ദൂഷ്യവശാലതാണ്. കാരണം അതുകൊണ്ട് മറ്റൊന്നല്ല. അപ്പോൾ ഈ പ്രേക്ഷകന് വേണ്ടിയിട്ടാണല്ലോ ചെയ്യണത്. പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പം അവരുടെ ആസ്വാദനത്തിൻ്റെ നിലവാരം അനുസരിച്ചാണ്. പ്രേക്ഷകനാണ് കലാകാരനെ വളർത്തുന്നത്. അതാണ്. അപ്പം ആ പ്രേക്ഷകൻ നല്ലപോലെ പഠിച്ച് വന്ന് ആസ്വദിക്കുമ്പോൾ കൂടുതൽ അതിലേക്ക് ശ്രദ്ധ ചെലുത്താനായിട്ട് കലാകാരന് തോന്നും. അതല്ലാതെ കൊണ്ട് വരുമ്പോൾ അതിനെ ചുരുക്കാനായിട്ടും സമയം പാകാക്കാനായിട്ടുള്ള ഒരു സെലക്ഷനാണ് ഇപ്പോൾ ചെയ്യണത്. ഇതാണ് 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ.
അവസാനത്തെ ചോദ്യം, ഈ ഒരു ക്രൈസ്റ്റ് കോളേജിൽ വന്നിട്ട് രംഗകല കോൺഫറൻസ് അറ്റൻഡ് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? അതിപ്പോൾ ഇവിടെ കലാ അവതരണം മാത്രമല്ലല്ലോ, കല അവതരിപ്പിക്കുക എന്നൊന്നുണ്ട്, ആ കലയെ പറ്റിയിട്ടുള്ള ഒരു വിവരണം കൂടി ഉണ്ടല്ലോ. അത് ഞാൻ ആ ഇതിൽ പറയുകയുണ്ടായി. ആ കല എന്താണ്, എങ്ങനെയാണ്, ഇപ്പോൾ ഓരോ ഡെമോൺസ്ട്രേഷൻ നടക്കണു, അത് നടക്കുമ്പോൾ അത് എന്താണ്, എങ്ങനെയാണ് അത് എൻ്റെ എന്നുള്ള ചെറിയ ചെറിയ ഭാഗങ്ങൾ കൂടുതൽ അറിയണം, ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ അന്വേഷിച്ച് പോകാനുള്ള ഒരു മാർഗമാണിത്. ഇതുകൊണ്ട് പൂർണ്ണമാവുമല്ല, ഇങ്ങനത്തെ കുറേ അവതരണം കാണുമ്പോഴാണ് കലയെപ്പറ്റി കൂടുതൽ അറിയാൻ സാധ്യമാവുക. അതിനുള്ള ഒരു വേദിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു പ്രത്യേകത. അപ്പോൾ ഇത്രയും ഭംഗിയേറിയ വാക്കുകൾ ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് വളരെയധികം നന്ദി. ഈ അഭിമുഖം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.